അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത്, എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസന മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത
ആ രേഖ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാർന്ന വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, ജോലി പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കൈ വെക്കുക. അച്ഛനായി ഈ നിമിഷം ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരം നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ്, അതിൻ്റെ ഓരോ ഘടകങ്ങളെയാണ് പരിശോധിച്ചത്. ഇന്നും അതുതന്നെയാണ് സബ്ജക്റ്റ്. കാര്യം നമ്മൾ പഠിക്കുകയാണ് കർത്താവിനെ, നമ്മൾ പഠിക്കുകയാണ് വചനം, നമ്മൾ പഠിച്ചാണ് ഇപ്പോൾ വളരാൻ പോണത് കർത്താവിനെ. അപ്പം അതുകൊണ്ട് ആഴപ്പെടാനുള്ളൊരു സമയമാണിത്. ഇപ്പം ഈ നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്, അപ്പോസ്തലന്മാർ ഈശോയോട് പറയുന്നുണ്ട്, എന്താണ്? ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പറയും, അത് അങ്ങ് വർദ്ധിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കി. ഇപ്പോൾ ലൂക്ക 17:5 വായിച്ചേ. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പം നിങ്ങളോർക്കും അപ്പോസ്തലന്മാർ എന്താ വിശ്വാസം വർദ്ധിപ്പിക്കണം പറഞ്ഞ സാഹചര്യം നോക്കണം. വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞ്, ഒരുത്തൻ നിങ്ങളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞ് 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ മരണത്തോളം ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം അതൊരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയത് കാരണം തങ്ങൾക്ക് അത് പറ്റത്തില്ല. കാരണം ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമാണല്ലോ. അപ്പോൾ അതിന് അട്ടിമറിച്ചുകൊണ്ട് ആ പുസ്തകം മടക്കി വെച്ചുകൊണ്ടാണ് കർത്താവ് ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറയും, ഇതിനുള്ള മുതൽ മുടക്കാനുള്ള ആസ്തി ഭദ്രത ഞങ്ങൾക്കില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോഴേ വിശ്വാസത്തിന് വേറൊരു എക്സ്പ്രഷൻ വരികയാണ് ഇവിടെ. എന്താണ്? ക്ഷമ. നമ്മൾ നേരത്തെ സംഭവം കണ്ടില്ല. ഞാൻ 2 Thessalonians 3:1 കണ്ടില്ലേ? വിശ്വാസം വളരുന്നതനുസരിച്ച് കൊണ്ട് പരസ്നേഹം വളരുന്നത് നമ്മൾ കണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോഴെന്താ പറയണത്? അന്ന് വിശ്വാസത്തിന് സ്നേഹമെന്നുള്ള ഒരു പേരുണ്ടായിരുന്നു. വിശ്വാസം വളർന്നിട്ട് അത് വേറെ രൂപങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യണത്. ഇപ്പോഴെന്താണ് വചനം പറയണത്? വിശ്വാസത്തിനെ വളർച്ച മുറ്റിയ പൂർണ്ണമാക്കിയ വിശ്വാസത്തിന് ക്ഷമയെന്നുള്ളൊരു പേരുണ്ടെന്നാണ്. അപ്പം നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലെന്നാണ് ദൈവം അസസ് ചെയ്യണത്. അല്ല നിനക്ക് വൈകാര്യമായിട്ട് അതിന് കഴിവില്ലെന്ന അങ്ങനൊന്നുമല്ല, നിനക്ക് വെറുപ്പാണ് അങ്ങനൊന്നുമല്ല ദൈവം കണക്കാക്കണത്. അതൊക്കെ മനുഷ്യന്മാർ. നിനക്ക് ഒരാളെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അസസ് ചെയ്യണത് നിനക്ക് വിശ്വാസമില്ലെന്നുള്ളതാണ്. ഇതൊരു അപകടകരമായ കാര്യമാണ്. ഇപ്പോൾ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലും ക്ഷമിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസിയായ ദൈവദർശനത്തിൽ അവശേഷിക്കുകയാണ്. ഈ സിറ്റുവേഷൻ ചേഞ്ച്. എൻ്റെ പേര് ലക്ഷ്മിക്കുട്ടി. ഇതെൻ്റെ മകൻ ദർശൻ. ഞങ്ങൾ തൃശ്ശൂർ കുന്നംകുളത്ത് നിന്ന് വരുന്നു. ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഇവിടെ വരാൻ കാരണം, ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ അസുഖം മൂലമാണ്. എനിക്ക് ഡിസ്ക് ബൾജ് ചെയ്തിട്ട് വെയിൻ മടങ്ങി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. എനിക്ക് ഓപ്പറേഷന് പേടിയായതുകൊണ്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്യാതെ ആയുർവേദത്തിലേക്ക് പോവുകയും അവിടെ വെച്ചാണ് അവിടുത്തെ സിസ്റ്ററാണ് എനിക്ക്, ശ്രീല സിസ്റ്ററാണ് എനിക്ക് അമ്മയുടെ പത്രം തരികയും
ചേച്ചി ഇവിടെ പ്രാർത്ഥിക്കൂ, ചേച്ചിയുടെ അസുഖമൊക്കെ മാറുമെന്ന് പറയുന്നതും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഞാൻ അമ്മയെ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതും അമ്മയെ കൂടുതൽ അറിയുന്നതും. ഈശോനെ മുന്നേ എനിക്ക് അറിയാമെങ്കിലും അമ്മയെ എനിക്കറിയില്ലായിരുന്നു. അമ്മയുടെ പള്ളിയിലേക്ക് പോവാറില്ല, കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമ്മയെക്കുറിച്ച് അറിയാനും ഈശോനെക്കുറിച്ച് അറിയാനും ഉടമ്പടികളിലൂടെ എങ്ങനെ സത്യസന്ധമായി മുന്നോട്ട് പോകണം എന്നുള്ളതും എല്ലാം ഇവിടെ വന്നതിന് ശേഷം പഠിക്കാനും അതുപോലെ മുന്നോട്ട് പോകാനും സാധിച്ചു. എനിക്ക് പിന്നെ ഓപ്പറേഷനൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു. അസുഖങ്ങളൊക്കെ മാറി, ഓപ്പറേഷനൊന്നും പിന്നെ വേണ്ടി വന്നില്ല. അതുപോലെ തന്നെ എൻ്റെ മകന് സർട്ടിഫിക്കറ്റിൻ്റെ കിട്ടാതെ 1.5 വർഷത്തോളമായിരുന്നു കിട്ടാതെയായിട്ട്. ഇവിടെ വന്നിട്ട് അമ്മയുടെ മുന്നിൽ ഉടമ്പടി വെച്ചതിൻ്റെ ഞങ്ങൾ ഒക്ടോബർ 13-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ ജനുവരി 22-ാം തീയതി വന്നിട്ട് ഞാൻ പുതുക്കി തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി കാശ് രൂപ ഇവിടെ നഷ്ടപ്പെടുകയുണ്ടായി. ഇവിടെ ഓഫീസിലേക്ക് വിളിച്ച് പിറ്റേ ദിവസം അന്വേഷിച്ചെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് വന്നിട്ട് പുതിയ ഉടമ്പടി എടുക്കേണ്ടി വന്നു. പഴയ ഉടമ്പടി എനിക്ക് നഷ്ടപ്പെട്ടു. പുതിയ ഉടമ്പടിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നാണ് പുതിയ ഉടമ്പടി എടുത്തത്. ഉടമ്പടി പുതുക്കി തിരിച്ച് പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ചിട്ടാണ് എൻ്റെ മോൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എല്ലാം ശരിയായിട്ടുണ്ട്, പിറ്റേ ദിവസം ചെല്ലാൻ പറയുകയുണ്ടായി. ഇവിടെ എന്നൊക്കെ വന്നിട്ടുണ്ട്. അന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളൂ. അമ്മയുടെ മുന്നിലും ഈശോൻ്റെ മുന്നിലും വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് നേട്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചെറിയ മകനെ ടൂറ് പോകുമ്പോൾ അവർ ഊട്ടിയിലേക്ക് പോവുമായിരുന്നു. ബൈക്കിലാണ് പോയത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഞാൻ ചൊല്ലാറുള്ള കൊന്ത അവൻ്റെ വണ്ടിയിൽ എനിക്കെന്തോ അതിൻ്റെ മുൻപൊക്കെ അവർ പോകുമ്പോൾ ഒന്നും എനിക്കവൻ തോന്നിയിട്ടില്ല. ആ സമയത്ത് എനിക്ക് അവനെ ഈ കൊന്ത കൊടുക്കണം, വണ്ടിയിലിടണം എന്ന് എനിക്ക് തോന്നി. എൻ്റെ മനസ്സിൽ അമ്മ അങ്ങനെ തോന്നിപ്പിച്ചു. പല കാര്യങ്ങളിലും അമ്മ അങ്ങനെ തോന്നിപ്പിക്കാറുണ്ട്, അത് സത്യമായിട്ട് വരാറുമുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഇട്ട് അവൻ പോയിട്ട് ഊട്ടിയിലെത്തി. അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിലത്തെ വാഹനം പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുകയും ബാക്കിലൊരു കാറ് വന്നിട്ട് അവനെ ഇടിക്കുകയും അവരുടെ വണ്ടിയിൽ തട്ടുകയും ചെയ്തു. ഇവർ കുറച്ച് മേലേക്ക് പൊന്തിയിട്ട് അങ്ങനെ വണ്ടിയിലേക്ക് തന്നെ ഇരുന്നു. പക്ഷേ താഴേക്ക് വീഴുകയോ അല്ലെങ്കിൽ ഇവർക്ക് ബാലൻസ് കിട്ടാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. അത് അമ്മ ഈശോ അവിടെ കാത്തു. അതുകൊണ്ടായിരിക്കാം എനിക്ക് അമ്മയുടെ ഇവിടുത്തെ കൊന്ത ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന അത്ര സത്യമുള്ള കൊന്ത എനിക്ക് കൊടുത്തു വിടാൻ തോന്നിപ്പിച്ചതും ഒക്കെ അമ്മയായിട്ട് തോന്നിപ്പിച്ചതാണ്. എൻ്റെ മകനെ ഒരു പോറൽ പോലെ ഏൽക്കാതെ അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എൻ്റെ അടുത്ത് പറയുന്നതും. പക്ഷേ എനിക്ക് ഭയങ്കര സമാധാനക്കേടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് ചോദിക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഇല്ല, കുഴപ്പമൊന്നുമില്ല, അവരൊന്നും പറഞ്ഞില്ല. പക്ഷേ തിരിച്ച് വന്ന് പിറ്റേ ദിവസമാണ് എൻ്റെ അടുത്ത് അമ്മ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മോനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത് പറയുന്നതും. പിന്നെ ചെറിയ മോൻ കൃത്യമായിട്ട് പറയുകയും കൂടി ചെയ്തപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും അമ്മയോട് ഈശോനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് വേറെയും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ സ്കൂളിലുള്ളവർക്ക് വേണ്ടിയിട്ടും ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ അവിടെയുള്ള പത്രം കൊടുക്കുന്ന ചേച്ചിമാർക്ക്, അത്രയും വയ്യാത്ത അവസ്ഥയിലുള്ളവർക്ക്, അവർക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ചേച്ചി ഒട്ടും നടക്കാൻ പറ്റാണ്ട് ഒരു വശം തളർന്നിട്ട് കിടന്നിട്ടുള്ള ചേച്ചി, മക്കൾ പോലും ഉപേക്ഷിച്ച ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുട്ടിപ്പായിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു. അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. അവർക്കിപ്പോൾ മെല്ലെ പിടിച്ച് നടക്കാനും
എല്ലാം പറ്റുന്നുണ്ട്. ഇനിയെല്ലാം പഴയ പോലെ ആയിട്ട് എനിക്ക് അവരെ കൊണ്ടുവരണം. എൻ്റെ കൂടെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി എന്നെ കൊണ്ടുപോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുമ്പോൾ, ജനുവരിയിൽ വരുമ്പോൾ 22-ാം തീയതി വരുമ്പോൾ എൻ്റെ സ്കൂളിലത്തെ ഒരു ടീച്ചർ വന്നു, ഉടമ്പടി എടുത്തു. ഇപ്പം ഇന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഒരു ഫാമിലിയും പിന്നെ വേറൊരു ചേട്ടനും വന്നു. അങ്ങനെ നമുക്ക് ഈശോയും അമ്മയും എത്രത്തോണ്ട് നമുക്ക് പുകഴ്ത്തി പറയാൻ, ചുമ്മാ പറയുകയല്ലല്ലോ, അത്രയും അനുഗ്രഹങ്ങളും അത്രയും കാര്യങ്ങൾ നമുക്ക് ഈശോയും അമ്മയും നേടി തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഈശോൻ്റെയും അമ്മയുടെയും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ പോലെ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചേച്ചിക്ക് വീട്ടിൽ ചെന്ന് കയറിയ അവർക്ക് താമസിക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു മറ പോലും ഇല്ല എന്ന് പറഞ്ഞു. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അനാഥാലയത്തിലേക്ക് പോയി, ക്രിസ്മസിൻ്റെ തലേ ദിവസം പോയി അവരെയൊക്കെ സന്ദർശിച്ചു. അവർക്ക് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കിട്ടിയത് വിളിച്ചു പറയല്ല, കൊടുത്തത് വിളിച്ചു പറയല്ല. പക്ഷെ നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാരുണ്യ പ്രവൃത്തികൾ ഇതല്ലാണ്ട് തന്നെ ഒരുപാട് മക്കൾക്ക് പോലും അറിയില്ല. വീട്ടിലൊന്നും ഞാൻ പറയാറില്ല. ആരെന്ത് ചോദിച്ചാലും അത് ഇപ്പോഴെല്ലാം മുൻപിൻ കൊടുക്കും. ഇപ്പോൾ ഒന്നും കൂടി അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ ചെയ്യണം. അതിന് അമ്മ എൻ്റെ മകന് നല്ലൊരു ജോലി തന്നിട്ട് അനുഗ്രഹിക്കും. അപ്പോൾ കൂടുതൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി സമർപ്പിച്ചോളൂ. ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. എന്നെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി, ഇതെൻ്റെ ജീവിത പങ്കാളി ബെന്നി. ഞങ്ങൾ വരുന്നത് മലപ്പുറം ജില്ല കൽക്കുണ്ട് സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ 2020 ഉടമ്പടി എടുത്തതാണ്. പക്ഷേ കോവിഡ് ആയ പിന്നെ അതിന് ശേഷം ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ 2023 എൻ്റെ ജീവിത പങ്കാളിയും മകളും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനും ആ കൂട്ടത്തിൽ തന്നെ പ്രാർത്ഥിച്ചു പോയി. പക്ഷെ ഞാൻ ഉടമ്പടി പുതുക്കിയത് 2024, ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല, വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയത്. അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ ഞങ്ങൾക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ഞങ്ങളുടെ കാർഷിക ലോണായിട്ട് ഞങ്ങൾ ഒരു 6 ലക്ഷം രൂപ എടുത്തിരുന്നു. പക്ഷേ പിന്നെ വന്ന കോവിഡും വെള്ളപ്പൊക്കവും കാരണം ഞങ്ങൾക്കത് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കൊച്ചിൻ്റെ പഠനവും, അവൾ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോഴും പ്രാർത്ഥിക്കും, അമ്മ മാതാവേ, അവൾ ജർമ്മനിയിൽ പോകുന്നതിനല്ല എനിക്ക് താല്പര്യം, അവൾക്കൊരു നല്ല ജീവിത പങ്കാളിയെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ ലോണിൻ്റെ ഒരു കടം തീർക്കാൻ ജപ്തിയായിട്ട് വരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പം കല്യാണം നടക്കണം, ജപ്തിയുടെ കാര്യം നടക്കണം, പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകും അറിയില്ല. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടിയിൽ നമ്മുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ ബാങ്കിൽ നിന്ന് വിളിച്ചു, നിങ്ങൾക്ക് ഒറ്റ തീർപ്പാക്കി ലോണ് കുറച്ച് തരാം, 6,80,000 രൂപയായിട്ട് നിങ്ങൾക്ക് 11.5 ലക്ഷം രൂപയുണ്ടായിരുന്നു, അതിൽ 6,80,000 നിങ്ങൾക്ക് കുറച്ച് തരാം, പക്ഷേ അതൊന്നായിട്ട് അടയ്ക്കണം. അപ്പോഴും ഞങ്ങളിങ്ങനെ ഓർത്തു, കുഞ്ഞിനെ കെട്ടിക്കാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എടുക്കുമ്പോൾ അതും പ്രതിസന്ധിയാകും. അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ ഒരു വ്യക്തിയിൽ കൂടി ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, ഞങ്ങളെ സഹായിച്ചു. അമ്മ മാതാവ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വ്യക്തിയെ വിട്ടതുപോലെയാണ് ഞങ്ങൾക്ക് ആ സഹായം കിട്ടിയത്. ആ സഹായത്തിൽ കൂടി ഞങ്ങൾക്ക് ആ ലോൺ അടച്ചു തീർത്തു. ആ അടച്ചു തീർത്ത ലോണിൻ്റെ കടലാസും കൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു ബാങ്കിൽ പോയി. പക്ഷേ അവിടെ 10-20 ദിവസം ആ കടലാസ് വെച്ച് ലോണ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ മാസം കുറച്ചേ ഉള്ളൂ, കൊച്ചിൻ്റെ കല്യാണത്തിന് 2.5 മാസവും കൂടി ഉള്ളൂ ഈ ലോണ് പാസ്സായി വരണം. അപ്പം അവിടെ ചെന്നപ്പം അവർ 10 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ സ്കോറ് കുറവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ലോൺ അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ എന്നോട് വിളിച്ച് പറഞ്ഞു, എടി അവിടെ നിന്ന് ലോണ് കിട്ടുകയില്ല, എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ വീടിൻ്റെ ലോൺ അപ്പോൾ വേറൊന്നുണ്ട്, അപ്പോൾ ആ ബാങ്കിൽ ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. അവിടെ ചെന്ന് ചോദിച്ചപ്പം അവർ പറയും,
നോക്കട്ടെ, ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം ആ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വേറൊരു ലോണ്, പുതിയതായിട്ടൊരു ലോണ് വന്നിട്ടുണ്ട്, അതിൽ കൂടി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കടലാസ് വെച്ച് തന്നെ ഞങ്ങൾക്ക് രണ്ടാമത് ലോണ് പെട്ടെന്ന് 1 മാസം കൊണ്ട്, ആ ഒരു സാറിനെ ഞങ്ങൾക്ക് ദൈവദൂതനെ വിട്ട പോലെയായിരുന്നു. അവിടെ നിന്ന് വന്ന് ഞങ്ങൾക്ക് ആ ലോണ് ശരിയാക്കിയിട്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണം, അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ തന്നെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അവൾക്കൊരു പയ്യനെ കിട്ടി. ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവളെ കെട്ടിച്ച് വിടാനും ഇന്ന് അവളവിടെ കാനഡയിലെത്താനും കഴിഞ്ഞു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ജീവിത പങ്കാളിയാണ്. ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ പുള്ളിക്കാരന് ഈ മേല് ചൊറിഞ്ഞ് തടിക്കുന്നൊരു ഇതുണ്ട്. അപ്പം സാധാരണ ചൊറിഞ്ഞ് തടിക്കുമ്പം സിട്രസിൻ ഗുളിക കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അങ്ങനെ 1 വർഷമായിട്ട് മരുന്നും വാങ്ങും, ഇതും കഴിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ കൃഷിക്കാരാണ്, കൃഷിയാണ് കൂടുതൽ ഞങ്ങളുടെ ജോലി. അപ്പം കൂടുതൽ റെസ്റ്റൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ 1 മാസം മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടായപ്പം പെട്ടെന്ന് മേല് ചൊറിഞ്ഞ് തടിച്ചു, ഗുളിക കഴിച്ചു. മാറുന്നതിന് പകരം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞപ്പം ഗുളിക കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഉപ്പും തൈലവും തരട്ടേന്ന് ചോദിച്ചു. നീ താന്ന് പറഞ്ഞു. അത് കൊടുത്തോടുകൂടി ഒന്ന് ഛർദ്ദിച്ചതോടുകൂടി തല കറങ്ങി എൻ്റെ കയ്യിലേക്ക് വീണു. ഞാൻ അപ്പം തന്നെ ഓർത്ത്, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ. എല്ലാം ഉണ്ടാകുന്ന രാത്രി 1 മണിക്ക് ശേഷമാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ കാണാൻ ചുറ്റോടത്തെ അയൽവക്കക്കാരൊന്നുമില്ല. ഞങ്ങൾ ഇച്ചിരി കുന്നിൻ്റെ മുകളിലാണ്. വണ്ടി ഉണ്ടെങ്കിലും വീടിൻ്റെ മുറ്റത്ത് വണ്ടി വരത്തില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, എങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകും, ആരോട് പറയും? എനിക്കൊരു ഭയങ്കര ഭയം. വണ്ടി 4 വീലുള്ള ജീപ്പേ വീട്ടിൽ കയറുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് 1 മണിക്കൂർ ഞാനിങ്ങനെ കാത്തു, സുഖമാകുമോ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അപമാദം വന്ന് ബോധം കെട്ട് വീണ മനുഷ്യൻ. ഞാൻ നോക്കുമ്പോൾ ചാടി എണീറ്റിരുന്ന് ഞാൻ താങ്ങി പിടിച്ച് കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി. ആ കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും സമാധാനമായി. അങ്ങനെ സുഖപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ 2 ആഴ്ചയ്ക്ക് മുന്നേ പിന്നെ ഇതുപോലെ ഉണ്ടായി ചൊറിഞ്ഞങ്ങ് കണ്ടമാനം അങ്ങ് തടിച്ച് കഴിഞ്ഞേച്ചിട്ട് ചെവിയിൽ നിന്ന് ചൂടാന്നാണ് പറയുന്നത്. ആ ചൂടിങ്ങനെ വന്നേച്ചിട്ട് ആൾ പിന്നെ നിൽക്കപ്രതിയില്ല, ഇങ്ങനെ ആകെ ഒരു അസ്വസ്ഥതയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓർത്ത്, എന്താ ചെയ്യുന്നത്, പിന്നെയും വന്നല്ലോ, ഇനി തല കറങ്ങുമല്ലോ. സമയം 1:15. അപ്പോൾ രാത്രി ഞാൻ ഓർത്ത്, ആരെയാണ് വിളിക്കുന്നത്? ഞാൻ കണ്ട വീട്ടിലോട്ടാണെങ്കിൽ റബ്ബർ തോട്ടത്തിനകത്താണ്. ഞാൻ ഈ അടിച്ച് പാരാഞ്ഞിട്ട് അപ്പടി ചപ്പൊക്കെ വീണ് കിടക്കുക, ഇച്ചിരി കുന്നാണ്. അപ്പം ഞാൻ ഓർത്ത്, ഒരു വണ്ടി വന്നാലും കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. തല കറങ്ങി ഇങ്ങനെ കിടക്കുക. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പം എന്നോട് വെള്ളം ചോദിച്ചു. ഞാൻ ഈ വെള്ളം കൊടുത്തു, ഉപ്പിട്ട് ഞാൻ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പം ഛർദ്ദിച്ചോടുകൂടി നല്ല ദേഹമൊക്കെ അങ്ങോട്ട് കറുത്തപ്പോൾ ഞാൻ ഓർത്ത്, ദൈവം ഇതെന്തൊരു കഴി. അപ്പം ശ്വാസമൊക്കെ നിന്ന പോലെയായിപ്പോയി. ഞാൻ പെട്ടെന്ന് തേനെടുത്ത് വായിലേക്ക് ഒഴിച്ചു. ഷുഗറാണോ പ്രഷറാണോ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ആദ്യം തേൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപ്പ് കൊടുത്തു കഴിഞ്ഞ് തൈലം തൊട്ട് ഞാൻ അവിടെ മുട്ട കുത്തിയിരുന്നു. ഞാൻ കുരിച്ച് വരച്ചു, അമ്മ മാതാവി രാത്രി ആരുണ്ട് എന്നെ സഹായിക്കാൻ? ആരും 2 മക്കളും ഇവിടെ ഇല്ല, കൈവിട്ട് പോവുകയാണോ? എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. എന്നിട്ട് ഞാൻ അമ്മ മാതാവ്, അമ്മേ നീ ഇപ്പോൾ ഇവിടെ ഇറങ്ങി വരണേ, ഞങ്ങളെ സഹായിക്കണമെന്ന്. അമ്മ മാതാവ് അവിടെ നിന്ന് 3:15 മണി വരെ ആ കിടപ്പ് കിടന്നു. 3:15 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ അമ്മ വന്ന് അവിടെ നിന്ന് രക്ഷിച്ചു, ജീവൻ തിരികെ തന്നു. അതാണ് ഈ നിൽക്കുന്നത്. എനിക്കിതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രേക്ഷിത വേലയായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി 6-8 പത്രം കാണും മിക്ക പ്രാവശ്യം വന്ന് പോകുമ്പം. ഞങ്ങളത് പള്ളിയിൽ 1 പ്രാവശ്യമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ വീടിന് ചുറ്റും എല്ലാ വീടുകളിലും കൂടെ നടന്ന് ഞങ്ങൾ ഉപ്പ് വാങ്ങും, കാശ് രൂപം വാങ്ങും. എല്ലാവർക്കും ഉപ്പും കൊടുക്കും, കാശ് രൂപം കൊടുക്കും, പത്രവും കൊടുക്കും. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ, ആശുപത്രികളിൽ ഒക്കെ കൊണ്ട് നടന്ന് കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും, ഭക്ഷണം വെച്ച് പൊതി കെട്ടി എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കൊടുക്കും. അവിടുന്ന് ഞങ്ങൾക്ക് തിരസ്കരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ചിലപ്പോൾ പറയും പുറത്ത് നിന്ന് കൊടുക്കാൻ പറയും. എന്നാൽ ഞങ്ങൾ പുറത്ത് നിന്നാലും ഒത്തിരി ആവശ്യക്കാർ കാണും, ഞങ്ങളത് കൊടുക്കും. അതുപോലെ തന്നെ ജില്ലാശുപത്രിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാവപ്പെട്ട വീടുണ്ട്, 5-6 മക്കളായിട്ട് ചെറിയ താന്നൊരു കുടുംബമാണ്. അവർക്ക് എപ്പോഴും നല്ല ഭക്ഷണമൊന്നും വെച്ച് കഴിക്കാൻ കഴിയില്ല. അപ്പം ഞാനിക്കുണ്ടാവുമ്പോഴല്ല അവർക്ക് ഭക്ഷണങ്ങൾ വെച്ച് ഞാൻ എത്തിച്ചു കൊടുക്കും. അത് വിവാഹത്തിനായിട്ട് അവർക്ക് സഹായം, അങ്ങനെ
പല രീതിയിൽ ഞങ്ങളങ്ങോട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഒരു ആകാശപ്പുറവുകളുണ്ട്. അവിടെ പോകും. ഞങ്ങൾ കഴിയുന്നതും ആഴ്ചയിൽ ഒരു ദിവസം ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ ചെന്ന് അവരെ കുളിപ്പിക്കാനും ഞങ്ങൾ രണ്ടുപേരും കൂടി പോകും. ഷേവ് ചെയ്യാനും ബാത്റൂം തേച്ച് കഴുകാനും എല്ലാം ഞങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ ടാപ്പിങ്ങാണ് ജോലി. അപ്പോൾ ഒന്നും പോകാൻ കഴിയത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പോകും. കുമ്പസാരമാണെങ്കിലും മാസത്തിലൊരിക്കൽ തന്നെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇത്രയാണ് ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബെന്നി എന്നാണ്. മലപ്പുറം ജില്ല കരുവാരൂരിൽ നിന്ന് വരുന്നത്. എനിക്ക് അമ്മ മാതാവും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മ മാതാവിനോടും ക്ഷമ പറയുന്നു, ഈശോയോടും ക്ഷമ പറയുന്നു. സാക്ഷ്യം വൈകാൻ വൈകിയതിന്. എൻ്റെ പേര് ജെസി, ഇതെൻ്റെ ഹസ്ബൻഡ് ടെൽസൺ. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞാൻ ആദ്യം കൃപാസനത്തിൽ വന്നത് 2015 2015 മുതൽ ഞാൻ കൃപാസനത്തിൽ വരുന്നുണ്ട്. 2017 ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുത്ത് അത് കൊറോണ കാലങ്ങളൊക്കെ സമയം അതെൻ്റെ കൈമോശം വന്നു പോയി. എങ്കിലും ആ 2017 ഉടമ്പടി തൈലം ഈ വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2019 എൻ്റെ ഹസ്ബൻഡ് കൽപ്പണിയാണ്. പുള്ളി 2ാം നിലയുടെ മുകളിൽ നിന്ന് വീണു. അതിന് മുന്നേ രാവിലെ ജോലിക്ക് പോണതിന് മുമ്പ് തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കും. എൻ്റെ മോന് ക്ലാസ്സിൽ പോകുമ്പോഴും കുരിശ് വരച്ചു കൊടുക്കും, ഞാൻ പുറത്ത് പോകുമ്പോഴും കുരിശ് വരച്ചു കൊടുക്കും. ഞങ്ങൾ ഉടമ്പടി തൈലം കുരിശ് നെറ്റിയിൽ വരക്കാതെ പുറത്ത് പോകാറില്ല. അപ്പം അന്ന് ടെൽസൺ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത, അരുതാത്തൊരു ചിന്ത വന്നു. എല്ലാ ദിവസവും ചെയ്യണതല്ലേ, എന്തിനാണ് ഇന്ന് ചെയ്യണേന്നുള്ളൊരു ചിന്ത വന്നു. ആ നിമിഷം തന്നെ ഞാൻ മാതാവിനോട് ക്ഷമ പറഞ്ഞു. മാതാവിൻ്റെ ഉള്ളിൽ തോന്നിച്ചു, നീ എന്താണ് ഈ പറയണമെന്നൊരു തോന്നൽ വന്ന് അപ്പം തന്നെ ഞാൻ ക്ഷമ പറഞ്ഞ് വെക്കം തൈലെടുത്ത് ഞാൻ നെറ്റിയിൽ കുരിശിട്ട് വരച്ച് ആണ് ജോലിക്ക് വിട്ടത്. 10 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ വന്നെയാണ്. ടെൽസൺ 2ാം നിലയുടെ മുകളിൽ നിന്ന് റോഡ് സൈഡിലേക്ക് വീണ് എന്നും പറഞ്ഞിട്ട് ഫോൺ വന്നേക്കണ്. അപ്പോൾ ഇയാളുടെ മേസ്ത്രിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പുള്ളി വീൽ ചെയറിലിരിക്കണേണ്. അപ്പം ഞാൻ ആകെ വിഷമിച്ചാണ് ചെല്ലണത്. അപ്പോൾ ഇയാളുടെ വൈഫാണെന്ന് പറഞ്ഞിട്ട് കണ്ടു നിന്നതിൽ ഒരു ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞ്, മോളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ചേട്ടൻ രക്ഷപ്പെട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ കണ്ടുകൊണ്ട് നിൽക്കണേണ്. 2ാം നിലയുടെ മുകളിൽ നിന്ന് വീഴുമ്പോൾ നടുവൊടിഞ്ഞു പോകാം, തല ചിതറിപ്പോകാം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കേണ്ടതായിരുന്നു. ഇത് 3 സ്റ്റിച്ച് തലയുടെ പുറകിൽ, വലത്തെ കയ്യിൽ ചെറിയൊരു ചതവ്, ഇത്രയും ഉണ്ടായിരുന്നുള്ള ആകെ ഉണ്ടായത്. ഇത് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ തൈലം, ആ തൈലത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മനുഷ്യൻ ഇന്ന് എൻ്റെ കൂടെ. ക്ഷമിക്കണേ അമ്മേ, 2019 പറയേണ്ട സാക്ഷ്യമാണിത്. 2026 വരെ ഞാനത് വൈകിച്ച്, ഇവിടെ മാത്രമേ ഞാൻ ഈ സാക്ഷ്യം പറയാൻ വൈകിട്ടുള്ളൂ. എന്നെ അറിയാവുന്നവരോടും ഉടമ്പടിയുടെയും കൃപാസനത്തിലെയും കാര്യം പറയുന്നവരോടെല്ലാം ഞാൻ ഈ സാക്ഷ്യം പോലെ ഞാനിത് പറയാറുണ്ട്. 2ാമത്തെ എൻ്റെ സാക്ഷ്യം, 2ാമത് ഞാൻ ഉടമ്പടി എടുത്ത് 2022 മെയ് മാസം 4-ാം തീയതി വന്ന് ഞാൻ 2ാമത് ഉടമ്പടി എടുത്ത്. ആ ഉടമ്പടിയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ആ ഉടമ്പടി എടുത്ത് 2023 ഒക്ടോബർ മാസത്തിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കുരു പോലെ വന്ന്. അതെൻ്റെ 2ാമത്തെ മോൻ 5 മാസമുള്ള ഈശോൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പോൾ പാലിങ്ങനെ ഇതായിരിക്കുമ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അതങ്ങനെ അന്നേരം കളഞ്ഞതാണ്, ഒരു 10 കൊല്ലം മുമ്പ് കളഞ്ഞതാണ്. അപ്പോൾ ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു ഇത് മുഴുവൻ പോയില്ലെങ്കിൽ 2ാമത് വരും എന്ന്. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം ഈ സൈഡിൽ ഇങ്ങനെ വന്നായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്തൊന്നും പോയില്ല. ഞാൻ പരിശുദ്ധമ്മയുടെ തൈലവും ഉപ്പവും മിക്സ് ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ തേച്ച് പ്രാർത്ഥിച്ച് ഇപ്പം 3 വർഷമായി, ഒരു കുഴപ്പവും അവിടെ ഇല്ല. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, ഞാൻ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു ജോലി, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോലി, ആ ഒരു ജോലി തന്നെ എൻ്റെ അമ്മ മാതാവും ഈശോയും എന്നെ സഹായിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവ് എനിക്കൊരു ജോലി തന്നു. ഒരു കോഫി ഷോപ്പിലാണ്. സന്തോഷമായിട്ട് ഞാൻ ആ ജോലി ചെയ്യുന്നു. ഇപ്പോൾ 1 വർഷമായി. അതിൽ നിന്ന് ഡെയിലി വേജസ് ആണെങ്കിലും ആഴ്ചയിലാണ് ഞാൻ കാശ് മേടിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ആഴ്ചയിൽ 700 രൂപ വെച്ച് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തനവുമായിട്ട് മാറ്റിവെക്കുന്നു.
ഭയങ്കര സന്തോഷമാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവും ഈശോയും സഹായിച്ച് എനിക്കൊരു ജോലി കിട്ടി. 4ാമത്തെ സാക്ഷ്യം, എനിക്ക് ഒക്ടോബർ മാസത്തിൽ 2025 ഒക്ടോബർ മാസത്തിൽ നെഞ്ചിനും മുതുകിനും ഭയങ്കര വേദനയായിരുന്നു. ഇടത്തെ സൈഡും ഭയങ്കര വേദന. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് കൊളസ്ട്രോൾ നോക്ക്, കൊളസ്ട്രോൾ ആയിരിക്കും. പക്ഷേ എനിക്കറിയാമായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നെഞ്ച് വേദന, മുതുക് വേദന, ഇത് എൻ്റെ കയ്യിൽ നിൽക്കണ കാര്യമില്ലെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഞാനത് കൊണ്ടുവന്ന് നടന്ന്. കാരണം എനിക്ക് ജോലിക്ക് പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്. ഒരുപാട് മക്കളുടെ അടുത്ത് നിൽക്കുന്ന ജോലിയാണ്. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് എൻ്റെ അമ്മ മാതാവ് തന്ന ജോലിയാണ്. അപ്പം ഞാനത് വീട്ടിൽ പറഞ്ഞില്ല. ഞാനതും കൊണ്ടുവന്ന് നടന്ന്. ഒക്ടോബർ കഴിഞ്ഞ് നവംബറായി. നവംബർ 23-ാം തീയതി ആയിക്കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എനിക്ക് നെഞ്ച് കൊളുത്തി വലിക്കുന്ന വേദനയാണ്. മുതുകും നെഞ്ചും കൊളുത്തി വലിക്കുന്ന ശക്തമായ വേദന. ആ വേദനയിൽ ഞാൻ ഉടമ്പടി, കാശുരൂപവും കൊന്തയും പിടിച്ച് നേരം വെളുപ്പിച്ചെടുത്ത്. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞില്ല. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വേദന മാറി. ഞാൻ ജോലിക്ക് പോയി. പിറ്റേ ദിവസം ചൊവ്വാഴ്ച 24-ാം തീയതി രാവിലെ എഴുന്നേറ്റ്, മരിച്ചവരുടെ മാസം ആയതുകൊണ്ട് അപ്പച്ചനമ്മച്ചിക്കും ടെൽസിൻ്റെ അപ്പച്ചനമ്മച്ചിക്കും എൻ്റെ കുഞ്ഞിനൊക്കെ കുർബാന കൊടുത്തേച്ച്. അപ്പോൾ കുർബാനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ചിന്ത വന്ന്, സാധാരണ നോർമലായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകണ്ട, വേറെ എവിടെയെങ്കിലും പോകുന്നുള്ളൊരു ചിന്ത വന്നത് കാരണം അവിടെ അടുത്തൊരു കോസ്മിക് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് ECG എടുത്തേക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ECG എടുത്തപ്പോൾ വേരിയേഷൻ കാണിച്ച്. അപ്പോൾ മോനാണ് എൻ്റെ കൂടെ ഉണ്ടായത്. മോനോട് പറഞ്ഞ്, മോനെ ഇത് അമ്മേനെ വേറെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തര്, വേരിയേഷൻ കാണിക്കണുണ്ട് നല്ലതുപോലെ എന്ന് പറഞ്ഞ്. 2-3 പ്രാവശ്യം ECG എടുത്തിട്ട് 2-3 പ്രാവശ്യം എടുത്ത് ECG ഡോക്ടറിന് സംശയം തോന്നിയിട്ട്. അങ്ങനെ മോൻ പറഞ്ഞ് നമുക്ക്, ഡോക്ടർ പറഞ്ഞു ഒന്ന് ലക്ഷോറാണ് അടുത്തുള്ളത്, ലക്ഷോറും PS മിഷനും. അപ്പോൾ ഞാൻ പറഞ്ഞു ലക്ഷോറിലോട്ട് പോകാൻ എൻ്റെ കയ്യിൽ കാശില്ല മോനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കഴിഞ്ഞിട്ട് അവൻ സമ്മതിക്കണില്ല. അവൻ അനിയത്തിനെയും ചേച്ചിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ അനിയത്തി പോയി ലൂർദിൽ ചീട്ടെടുത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ECG എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ECG എടുക്കാൻ വേണ്ടി കയറി. ECG എടുത്തുകൊണ്ട് ചെന്നു. അന്നേരവും കാശുരൂപവും കൊന്തയും എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കി പിടിച്ചേക്കണേണ്. പേടിയില്ല. സാധാരണ ഒരു സൂചി കണ്ടാൽ പേടിച്ച് കരയണ ഞാനാണ്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകും. പേടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല, കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകും. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് ECG എടുത്ത് ECGയുടെ പുറത്തെ ക്ലിനിക്കിൽ കാണിച്ച് ECGയും ഈ ECGയും കൂടി നോക്കിയിട്ട് ഡോക്ടർ അനിയത്തിയാണ് കയറിയത്. അനിയത്തിനോട് മുഴുമിപ്പിച്ചില്ല, ബ്ലോക്ക് എന്നുള്ളത് മുഴുമിപ്പിച്ചില്ല ഡോക്ടർ. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം എമർജൻസി ആയിട്ട് TMT എടുക്കുമെന്ന് പറഞ്ഞു. ഈ TMT ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ, എന്തുന്നാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ TMT എടുക്കാൻ വേണ്ടി വിട്ട്. അപ്പോഴേക്കും എൻ്റെ ചേച്ചിക്ക് വരാൻ പറ്റൂല. ചേച്ചിയുടെ 2 കുഞ്ഞുങ്ങൾ, പൊടിക്കുഞ്ഞുങ്ങൾ, പേരക്കിടാങ്ങളാണ്, അതുങ്ങളെ നോക്കണത് കൊണ്ട് ചേച്ചി വീട്ടിലിരുന്ന് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന ചേച്ചി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ അനിയത്തിയുണ്ട്, ടെൽസനുണ്ട്, എൻ്റെ മോനുണ്ട്. ഞങ്ങൾ എന്നെ TMTക്ക് കയറ്റി അതിൽ ആ മിഷ്യത്തിൽ നിൽക്കുമ്പോൾ ഈശോനോട് ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ഈശോ അവിടെ ഉണ്ടായിരുന്നു. ഈശോൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു മതിലിൽ. ഈശോനോട് പറഞ്ഞു, ഈശോയെ ഞാൻ 5000 രൂപയും കൊണ്ടാണ് വന്നേക്കണത്, ആകെ 5000 രൂപയും കൊണ്ടാണ് വന്നേക്കണത്. 2000 ഇപ്പം തന്നെ തീർന്ന്. ഇനിയുള്ളതിൽ ഇനിയൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശില്ല. ടെസ്റ്റിന് കാശുണ്ടാവും, മരുന്ന് മേടിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല. ഈശോ എന്താണെന്ന് വെച്ചാൽ ഈ നിമിഷം തീരുമാനിച്ചു എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്തൊക്കെയോ ഈശോയോട് ഞാൻ സംസാരിച്ചു. പിന്നെ എന്താ സംസാരിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ അത് TMT എടുത്ത് എന്നെ ഇറക്കണത് വരെ ഞാനും ഈശോയും കൂടെയുള്ള സംസാരമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ TMTയും കഴിഞ്ഞ് ആ മിഷ്യത്തിൽ നിന്ന് ഇറങ്ങി. 4 മണിയായപ്പോൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും ഈ ECGയുടെ റിസൾട്ടും TMTയുടെ റിസൾട്ടും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് കയറി. ലൂർദിലെ ഡോക്ടർ ഇതിലേക്ക് നോക്കും, എന്നെ നോക്കും. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഡോക്ടർ എന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ നോക്കി. ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമെന്ന് കരുതിയല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ കരുതിയത് ഒന്നല്ലെങ്കിൽ എന്നെ ICUയിലോട്ട് കയറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമെന്ന് കരുതിയാണ് ഞാൻ പോയത് വീട്ടിൽ നിന്ന്. പക്ഷേ വൈകിട്ട് 6 മണിക്ക് ഞാൻ വീട്ടിലെത്തി. ഡോക്ടറിനടുത്ത് ഇറങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു കതപ്പ് കാണുന്നതുകൊണ്ട് നമുക്കൊരു എക്കോയും കൂടെ എടുത്തേക്കാം, അതൊരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് വിട്ട്. അങ്ങനെ മരുന്ന് പോലും, ഒരു പാരസിറ്റാമോൾ പോലും തന്നില്ല എനിക്ക്. ആ TMT മിഷത്തിൽ കയറി ഈശോനോട് സംസാരിച്ച് നിന്ന് കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയിട്ട് ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് പോലും എനിക്കറിയില്ല. വേദനയാണോ എന്താണോ ഒന്നും എനിക്കില്ല. പിന്നെ എന്തിനാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് 6 മണിയായപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞാണ്, ഞാൻ വിളിച്ചപ്പോൾ നിന്നെ TMTക്ക് കയറ്റിയേക്കണമെന്ന് പറഞ്ഞ്. 1:30 മണി, ഉച്ചയ്ക്ക് 1:30 മണി 2025 നവംബർ 11-ാം മാസം, അതായത് 2025 ഈ കഴിഞ്ഞ നവംബർ മാസത്തിലെ ധ്യാനം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും. എന്നെ TMTക്ക് കയറ്റിയ നിമിഷം അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ ബ്ലോക്കുകൾ വഴിമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞു.
ആ സൗഖ്യം എനിക്കാണ് എൻ്റെ ചേച്ചി പ്രാർത്ഥിച്ച് എനിക്ക് മേടിച്ച് തന്നത്. എൻ്റെ ഈശോ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി. 2026 കാണുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല. എക്കോ 1 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞ് എക്കോ എടുത്ത് തിരിച്ച് വന്ന വഴി ഞാൻ ടെൽസിനോട് പറഞ്ഞത് എക്കോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നോർമലാണെന്ന് പറഞ്ഞ് ഇവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പോയി എടുത്തത്. എനിക്ക് താല്പര്യം ഉണ്ടായില്ല, എങ്കിലും പറഞ്ഞാൽ എന്നിട്ട് പോയി എടുത്തു. തിരിച്ച് വന്ന വഴി ഞാൻ പറഞ്ഞു, ഇത് ഈശോ തന്ന സൗഖ്യമാണ്, പരിശുദ്ധ അമ്മയും ഈശോയും കൂടി തന്ന സൗഖ്യമാണ്. ഇന്ന് കണക്ക് വെച്ച് നോക്കണമെങ്കിൽ ഇന്ന് എൻ്റെ 30 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എല്ലാവരും പോണ ദിവസം. അത്രയും ഈശോ എന്നെ ചേർത്ത് പിടിച്ചാണ്. എന്താണ് ഞാൻ ഈശോയോടും മാതാവിനോടും ചെയ്തേ, എന്നെ ഇത്രയും കരുതാൻ എത്ര എനിക്കറിയില്ല പറയാനായിട്ട്. അത്രയും എൻ്റെ പരിശുദ്ധമ്മയും ഈശോയും എന്നെ ചേർത്ത് പിടിച്ചേക്കണേണ്. വിളിച്ചാൽ ഏത് സങ്കട നിമിഷത്തിലും വിളിച്ചാൽ ഈശോ കൂടെയുണ്ട്. പിന്നെ കുർബാനൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നാവിൽ സ്വീകരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. 1 വർഷം മുമ്പേ തുടങ്ങി പ്രാർത്ഥിക്കണമെന്ന് ആരും പറഞ്ഞു തന്നിട്ടല്ല. അതെന്താണ് എങ്ങനെ പ്രാർത്ഥിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഇതായിരിക്കാം. ഈശോയെ സ്വീകരിച്ച് നാക്കിൽ സ്വീകരിക്കുന്ന നിമിഷം ഞാൻ അത് പതിയെ അലിച്ചലിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഈശോയെ, നീ ഇറങ്ങിപ്പോകുന്ന വഴികളിലെല്ലാം എനിക്ക് സൗഖ്യം തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയും ഈശോ സ്വീകരിച്ചിട്ടുണ്ടാകും. ഈശോനെ അറിയാമായിരിക്കും എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമെന്ന്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടി തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. 5ാമത്തെ സാക്ഷ്യം, എൻ്റെ നെക്കിൻ്റെ ഇവിടെയായിട്ട് കഴുത്തിൻ്റെ താഴെയായിട്ട് ചെറിയൊരു കുരു പോലെ വന്നായിരുന്നു. അത് ഒക്ടോബർ മാസത്തിലാണ്. അത് ഡോക്ടറെ കാണിച്ചായിരുന്നു. ഡോക്ടർ അത് പഴുപ്പുള്ളതുകൊണ്ട് കീറിക്കളയണം, പഴുപ്പ് കഴിഞ്ഞിട്ട് കീറിക്കളയാമെന്നാണ് പറഞ്ഞേച്ചത്. അങ്ങനെ ഒരാഴ്ചത്തെ മരുന്ന് വന്ന് ഒരാഴ്ച ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ ഉണ്ടാവില്ല, 15 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ്. പക്ഷേ ഈ 15 ദിവസം ഞാൻ പരിശുദ്ധ അമ്മയ്ക്കാണ് കൊടുത്തത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടി എനിക്ക് സൗഖ്യം തരണം. എൻ്റെ ദേഹത്ത് കത്തി വെക്കരുത്, എനിക്ക് പേടിയാണ്. സൂചിയും കത്തിയൊക്കെ എനിക്ക് പേടിയാണ്. എൻ്റെ മോൻ എന്നെ കളിയാക്കിയായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് എന്തിനാ പേടി, 2 മക്കളെ അമ്മ പ്രസവിച്ചതല്ലേന്ന്. പക്ഷേ കുഞ്ഞുങ്ങളെ കാണാൻ എല്ലാ അമ്മമാരും കൊതിയോടുകൂടി നിന്ന് കൊടുക്കും, പ്രസവത്തിനാണെങ്കിലും ഓപ്പറേഷനാണെങ്കിലും എന്തിനാണെങ്കിലും. പക്ഷെ അതുപോലെ അല്ലല്ല ഇത്. അപ്പം ഞാൻ ഈശോനോടും മാതാവിനോടും പറഞ്ഞേച്ചി, എൻ്റെ ദേഹത്ത് കത്തി വെക്കരുതേ മാതാവേ, എനിക്ക് പേടിയാണെന്ന്. അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും മിക്സ് ചെയ്ത് ഞാൻ ആ കുരുവിൽ തേക്കുമായിരുന്നു. ഇപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ് ഇപ്പം ഫെബ്രുവരി ഞാനിവിടെ സാക്ഷ്യം പറയുന്നു. സൗഖ്യം നൽകി അനുഗ്രഹിച്ചിനോർത്ത് ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ 2015 മുതലാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അവിടെ തേവരപ്പള്ളിയിൽ ഞാൻ പോകുമ്പോൾ അവിടെ നിന്നാണ് പത്രം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഭയങ്കര ആർത്തിയോടുകൂടിയാണ് ഞാൻ പത്രം എടുത്തുകൊണ്ട് വന്നിട്ട്, ഒരെണ്ണമല്ല, ഞാൻ 1-2 പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ എനിക്കറിയാവുന്നവർക്ക് കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ പള്ളിയിൽ പത്രം കൊണ്ടു കൊടുക്കും, പിന്നെ എനിക്കറിയാവുന്നവർക്കൊക്കെ കൊടുക്കും. കാരണം ഈ പ്രവൃത്തിയാണെങ്കിലും എൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നവർക്ക് എനിക്ക് കൊടുക്കാൻ ഒരുപാട് എടുത്തു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ആഴ്ചയിൽ 700 വെച്ച് ഞാനൊരു കുപ്പിയിലിട്ട് വെക്കും. അതിൽ നിന്നാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ചെയ്യുന്നത്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും, ഞാൻ ഷെയർ ചെയ്യും. എല്ലാ ദിവസവും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഒരു വചനം, എൻ്റെ വാട്സപ്പിൽ എന്നും ഒരു വചനം ഉണ്ടാകും. പിന്നെ സാക്ഷ്യങ്ങൾ സ്ഥിരം സാക്ഷ്യങ്ങൾ കേൾക്കും. ഞാൻ വെളുപ്പിനെ 5:30 മണിക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് ഞങ്ങളുടെ ജീവിതം. സാക്ഷ്യങ്ങളാണ് എൻ്റെ അടുക്കളയിൽ നിൽക്കുമ്പോൾ 2022 മുതൽ ഈ നിമിഷം വരെയും സാക്ഷ്യങ്ങളും ക്രിസ്ത്യൻ പാട്ടുകളല്ലാതെ എനിക്കറിയില്ല, ഒരു പുതിയ സിനിമയിലെ പാട്ട് പോലും എനിക്കറിയില്ല. ഇത് ഏത് പാട്ടാണെന്ന് പോലും എനിക്കറിയില്ല. ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ അടുക്കളയിൽ ഞാൻ നിൽക്കണ നിമിഷങ്ങൾ 5:30 മുതൽ രാവിലെ 8:30 വരെയും എന്നുള്ള സമയങ്ങളിൽ സാക്ഷ്യങ്ങളും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുമാണ് എൻ്റെ അടുക്കളയിലുള്ളത്. കാരണം ആ ഒരു ഇത് എൻ്റെ അടുക്കളയിൽ കാണാനുമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആ കിച്ചണിൽ ഒരു സാധനങ്ങളും കുറവ് മാതാവ് വരുത്താറില്ല. ഞങ്ങൾ കൽപ്പണിയാണ് എൻ്റെ ടെൽസനെങ്കിലും ഞങ്ങൾക്ക് എന്താണെന്ന് ഒരു ഭക്ഷണത്തിനൊരു മുട്ട മാതാവ് ഇതുവരെ വരുത്തിയിട്ടില്ല. എൻ്റെ അടുക്കള എന്നും സമൃദ്ധമായിരിക്കും. മാതാവിൻ്റെയും ഈശോൻ്റെയും അനുഗ്രഹം സാക്ഷ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അടുക്കളയാണ്. ഞാൻ എല്ലാവർക്കും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇനിയുള്ള ജീവിതവും ഉടമ്പടിയിലായിരിക്കണമെന്നാണ് ഞാൻ ഇന്നിപ്പോൾ ഇതിൽ വെച്ചേക്കുന്നത്, ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചേക്കുന്നത്. ബൈബിൾ വായിക്കാറുണ്ട്. അരമണിക്കൂർ അച്ഛൻ പറഞ്ഞേക്കണത് ഞാൻ സമയം കണ്ടെത്തി ബൈബിൾ വായിക്കാറുണ്ട്. എനിക്കിപ്പോൾ 42 വയസ്സായി. ഞാൻ ആദ്യമായിട്ടാണ് ബൈബിൾ വായിച്ച് തീർത്തേക്കണത്. ഇപ്പം ഞാൻ 2ാമത് ബൈബിൾ വായിച്ച് തുടങ്ങി. പിന്നെ സന്ധ്യാപ്രാർത്ഥന മുടങ്ങാറുണ്ട് ഇടയ്ക്ക്, എന്നിലും സന്ധ്യാപ്രാർത്ഥന കൂടാറുണ്ട് പള്ളിയിൽ. അതാണ് ഏറ്റവും വലുത്. നേരത്തെയൊക്കെ കുർബാനക്ക് പോയിരുന്നാൽ പല വിചാരമാണ്, പല ചിന്തകളാണ്, അവിടെ ഇവിടെ നോക്കിയിരിപ്പാണ്. പക്ഷെ ഇന്ന് ഈശോയെ സ്വീകരിക്കുമ്പോൾ
എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ അനുഭൂതിയാണ് അനുഭവിക്കണമെന്നുള്ളത് എനിക്കറിയില്ല. അത്രയും ഞാൻ ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ ഇനിയുള്ള ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. മാതാവേ ക്ഷമിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറയുന്നു, ഈശോയോടും പറയുന്നു. ഇനിയും അമ്മ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ തന്നെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. ഈശോയ്ക്കും അമ്മ. ഇതെൻ്റെ ഭാര്യ അജനാപ്പോൾ, എൻ്റെ മൂത്ത മകൾ ഡയാന, രണ്ടാമത്തെ മകൾ ക്രിസ്റ്റീന. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ്. ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാനാണ് ഉടമ്പടി എടുത്തെങ്കിലും ഞാനും എൻ്റെ ഭാര്യയും ചേർന്നിട്ടാണ് എല്ലാം പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും നിയോഗങ്ങളായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത്. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ വിദേശത്ത് പോയി ജോലി ചെയ്യാനോ പഠിക്കാനോ ഒരു അവസരം ലഭിക്കുക. ഇതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ആവശ്യങ്ങളായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത്. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതാണ്. എൻ്റെ അമ്മ മാതാവിനും എൻ്റെ യേശുവപ്പയ്ക്കും 1000 നന്ദി. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതിനെ കൃപാസനത്തെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജായിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ ഞാൻ ആ സമയത്ത് OET എഴുതിയിട്ട് 5 പ്രാവശ്യം എഴുതിയിട്ടും ലിസണിങ് കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബ് നോക്കിയും എൻ്റെ മമ്മി വഴിയും കൃപാസനത്തിനെക്കുറിച്ച് എനിക്കറിയാൻ പറ്റി. അന്ന് എൻ്റെ നാട്ടിലുള്ള മിക്കവരും തന്നെ OET എഴുതിയിരുന്നത് ഈ കൃപാസനത്തിൽ വന്നിട്ടാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ പൊക്കോട്ടെ എന്ന് ഞാൻ എൻ്റെ കുടുംബത്തിൽ ചോദിച്ചപ്പോൾ ഇതൊരു കാത്തലിക് സ്ഥാപനമായതുകൊണ്ട് അവിടുത്തെ പള്ളി ആയതുകൊണ്ടും പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും OET എഴുതി. അവിടെ എനിക്ക് ലിസണിങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ലിസണിങ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുകൂടാതെ ലൈറ്റിൽ ക്യാൻഡ് പ്രെയർ റിക്വസ്റ്റിൽ ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞാൻ ഇട്ടു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 7-ാം തവണ ലിസണിങ്. അതുവരെ എനിക്ക് ലിസണിങ് കിട്ടാതിരുന്ന ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 7-ാം തവണ എനിക്ക് ലിസണിങ്. അത് OET ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ലിസണിങ്ങാണ്. ഇപ്പം അത്രയും നല്ല മാർക്ക് എനിക്ക് തന്ന് എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ മാറ്റിവെച്ച് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ ഒരു ധൈര്യം വന്ന് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പോവാനും അത് പാസ്സാവാനും എനിക്ക് സാധിച്ചു. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ആദ്യം ഞാൻ ഗ്രൗണ്ടിൽ പോകും. എന്നിട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് അച്ഛൻ്റെ പ്രസംഗങ്ങളും ആണ് ഞാൻ ആദ്യം കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൗണ്ടിൽ പോയി 8 എന്ന രീതിയിലും H എന്ന രീതിയിലും ആ ഗ്രൗണ്ടിൽ ഞാൻ ഉപ്പ് വിതറും. അതുകൂടാതെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറിനേക്കാൾ മുമ്പ് കാറിൽ ഞാൻ ഉപ്പിടും. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. അതുകൂടാതെ ഞാൻ CBT എഴുതാൻ പോയി. CBT എഴുതാൻ പോയപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് CBT കിട്ടി. എൻ്റെ നേഴ്സിംഗ് ജോലിക്കായിട്ട് അന്ന് ഞാൻ വളരെയേറെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോൾ എനിക്ക് ജോലി ഒരു ഉച്ച സമയത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു നേഴ്സിംഗ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, ഓക്കെ നിനക്ക് ജോലി റെഡിയാണെന്ന് പറഞ്ഞ് എനിക്ക് ജോലി തന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും ഉണ്ടായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആത്മീയമായിട്ട് ഒത്തിരി വളരുവാൻ സാധിച്ചു. അതുവരെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് തലേദിവസം ശനിയാഴ്ച ഞങ്ങൾ സിനിമ കണ്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് 7:30 ആകുമ്പോൾ എണിച്ച് ഞങ്ങൾ ഒരു പള്ളിയുടെ പകുതിയാകുമ്പോൾ അതായത് എല്ലാവരും ഇരിക്കുന്ന സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ കയറി 9 മണിയാകുമ്പോഴത്തേനും കയറി ചെല്ലുകയാണ് പതിവ്. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊരു മാറ്റം വന്നു. ഞങ്ങൾ കുമ്പസാരിച്ച് ശനിയാഴ്ച പോയി കുമ്പസാരിച്ച് മാസത്തിലൊരിക്കൽ പോയി കുമ്പസാരിക്കും. അത് ശനിയാഴ്ച മാത്രം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ അവസരം കിട്ടത്തുള്ളൂ. ആ ശനിയാഴ്ച പോയി കുമ്പസാരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പള്ളിയിൽ
കുർബാന തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് അച്ഛൻ മബ്ദയ്ക്ക് കയറുന്നേക്കാൾ മുമ്പ് കുസോയും പ്രാപിച്ച് ഞങ്ങൾ അങ്ങനെ കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇടവന്നു. അതുകൂടാതെ ഒത്തിരിയേറെ ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾക്ക് അടുക്കുവാൻ സാധിച്ചു. ദൈവത്തോട് ഞങ്ങൾ ബൈബിൾ വായന, പ്രാർത്ഥന, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പറയാൻ ഞങ്ങൾ മാതാവുണ്ടെന്നുള്ള ഒരു ധൈര്യത്തോട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഉടമ്പടിയിൽ പതുക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാതാവ് വന്നത്. ആദ്യം ഇവിടെ വന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് മാതാവിൽ നിന്ന് അനുഗ്രഹം ഒഴിച്ച് പാസ്സായി. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തോട് ഞങ്ങൾ മാതാവിനൊക്കെയായിട്ട് കൂടുതൽ അടുത്തത് ഞങ്ങൾ പതുക്കെ ഓരോ കാര്യത്തിലൂടെ ദൈവം ഞങ്ങൾ ഒത്തിരിയേറെ വഴി നടത്തി. അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ ഞാൻ തയ്യാറായി. അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തു. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചു. അച്ഛൻ പറഞ്ഞു 60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. 60 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യം ശരിയായി. അതിൻ്റെ ഒപ്പം തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടി ഞാൻ തയ്യാറെടുത്തിരുന്നു. CGFNS ഒത്തിരിയേറെ പലർക്കും ഒത്തിരി താമസം ഉണ്ടാവുന്നതാണ്. മാതാവ് ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് 2 മാസം കൊണ്ട് ഞങ്ങളുടെ CGFNSൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുവാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിസ വന്നു. കഴിഞ്ഞ ജനുവരി 15-ാം തീയതി ഞാൻ IQന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. സാധാരണ എല്ലാ എക്സാമിനും തലേദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. ഞാൻ മൊബൈലിൽ നോക്കി ഉറക്കക്ഷീണത്തോടുകൂടിയാണ് ഞാൻ ഇതുവരെയുള്ള എല്ലാ എക്സാമും എഴുതിയത്. പക്ഷേ എൻ്റെ IQന് എക്സാമിന് ഞാൻ പോയത് സന്തോഷത്തോടെയായിരുന്നു. ഞാൻ അവിടെ പോയി എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അതുകൂടാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എവിടെയുള്ള എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട് എക്സാം പാടായി പക്ഷെ ജയിച്ചു എന്ന്. പക്ഷേ എനിക്കത് പോരാ, എനിക്ക് എക്സാം എളുപ്പമാക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് സമാധാനത്തോടുകൂടി ട്രെയിനിന് തിരിച്ചു പോകണം. ഞാൻ അന്ന് തലേദിവസം ഞാൻ വായിച്ച കാര്യങ്ങളും ട്രെയിനിൽ വെച്ച് ഞാൻ പഠിച്ച കാര്യങ്ങളും അതുകൂടാതെ അന്ന് രാവിലെ പഠിച്ച കാര്യങ്ങളും പല കാര്യങ്ങളും എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ രാവിലെ തന്നെ എനിക്കത് കാണുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ എൻ്റെ മക്കളുടെ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്കുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് വരുവാനും അങ്ങനെ എനിക്ക് എക്സാം വളരെ എളുപ്പമായിട്ട് എനിക്ക് എക്സാം ജയിക്കുവാനും ദൈവം സാഹചര്യം തന്നു. ഞാൻ ഫെബ്രുവരി 4-ാം തീയതി ഞാൻ ന്യൂസിലാൻഡിന് സ്റ്റുഡൻറ്റ് വിസയ്ക്കായിട്ട് പോവുകയാണ്. എൻ്റെ ദൈവം എന്നെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. അത് മാതാവ് എന്നെ സഹായിച്ചു. ഇന്ന് എനിക്കൊരു കാര്യം വേണമെങ്കിൽ എനിക്ക് വേറെ ആർക്കുടെ അടുത്തും പറയണ്ട, എനിക്ക് എൻ്റെ റൂമിൽ മുട്ടുകുത്തി നിന്നാൽ മതി, എനിക്ക് മാതാവ് എന്നെ സഹായിക്കും, എനിക്ക് ഉത്തരം തരും. അതുപോലെ ഈ കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് വണ്ടിയിൽ കട്ടറി ചാടി എനിക്ക് നല്ല നടുവേദന ഉണ്ടായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ നടുവേദന വെച്ച് ഞാൻ എങ്ങനെ ന്യൂസിലാൻഡിന് പോകുമെന്ന്. ഒരാഴ്ചയായിട്ട് എനിക്ക് കണ്ടിന്യൂസ് നടുവേദനയായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ഈ ജനുവരിയിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ നടുവേദനയുടെ കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് മുട്ടുകുത്തി നിന്നപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന എടുത്തു. ഞാൻ അപ്പോഴും കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ബസ്സിൽ വന്നപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും വേദന കൂടുമല്ലോ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ഒത്തിരി പറഞ്ഞു എനിക്ക് ഈ നടുവേദന മാറണമെന്ന്. പിറ്റേ ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പോൾ വീണ്ടും എനിക്ക് നടുവേദന വന്നു. ഞാൻ റൂമിലിരുന്ന് ബൈബിൾ വായിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് ഉത്തരം നൽകി. അതേ പിന്നെ ഇന്ന് വരെ എനിക്ക് ആ നടുവേദന ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തുമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കണമെന്ന്. അതെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ എപ്പോൾ വേണമെങ്കിൽ എനിക്ക് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ബൈബിൾ വായിക്കും. എൻ്റെ പപ്പയുടെ അമ്മ ഞാൻ എണീച്ച് വരുമ്പോൾ തൊട്ട് ബൈബിൾ എൻ്റെ കൈകളിൽ തരും. ഒരു കണ്ണ് അടച്ചു പിടിച്ചു നോക്കിയാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ പില്ലോ പുറത്ത് സപ്പോർട്ട് കൊടുത്ത് സമാധാനത്തോടെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ നടുവേദന വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ഇനി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചോളാം, ബൈബിൾ ഞാൻ നിലത്തിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന്. അതേ പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. അതുപോലെ
ഞങ്ങളുടെ കുമ്പസാരമോ ഞങ്ങളുടെ കുർബാനയോ വളരെ ഞങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ കുമ്പസാരിച്ച് കുർബാനയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കറക്റ്റ് സമയത്ത് പോയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞത് തൊട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് പോകാറുണ്ടായിരുന്നില്ല. അതായത് ഞങ്ങൾ പകുതി എത്തുമ്പോഴാണ് പോകാറുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരിയേറെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നത് കുമ്പസാരാണ്. ഇപ്പം എനിക്ക് ഏറ്റവും ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് തോന്നുന്നത് എൻ്റെ കുമ്പസാരാണ്. ഞാൻ എന്നും ഏത് എക്സാം എഴുതാൻ പോണേക്കാൾ മുമ്പ് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് കുർബാന അനുഭവിച്ചതിന് ശേഷം ഞാൻ പോയി എക്സാമോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാലും ഞാൻ പോകുന്നത് കുമ്പസാരാണ്. ഇപ്പം ഞങ്ങൾ മാസത്തിന് കുടുംബമായിട്ട് ഞങ്ങൾ 4 പേരും പോയി ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്, കുമ്പസാരിച്ച് കുർബാന കൊള്ളാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും എൻ്റെ യേശു അപ്പയ്ക്കും നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളിവിടുന്ന് പത്രം വാങ്ങാറുണ്ട്. വാങ്ങിയ പത്രം ഇതുപോലെ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറാണ് പതിവ്. ആദ്യകാലങ്ങളിലൊക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ പിന്നെ ആയപ്പോൾ ഓരോ പുതുക്കൽ കഴിയുന്തോറും നമുക്ക് പത്രം കൊടുക്കാൻ ഒരു ഉത്സാഹമാണ്. ഇവിടെ വന്നു തിരിച്ച് ആലുവ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാനും എൻ്റെ ഭാര്യയും 2 റൂട്ടിലായിട്ട് നടക്കും. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നടക്കും. ഞങ്ങൾ ഒന്ന് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും കയ്യിലുള്ള പത്രം മൊത്തം തീരും. അതുപോലെ തന്നെ പത്രം കൊടുക്കുന്ന സമയത്ത് നമ്മളെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ചീത്ത പറയാറുണ്ട്. അപ്പം ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ ഓരോ പ്രാവശ്യം ചീത്ത പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ദൈവം ഇതെല്ലാം കരുതിയിട്ടുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട് എന്ന്. അതുപോലെ തന്നെ നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവിടെ പെരുമ്പാവൂർ കൊയിനോണിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു സ്കൂളാണ്. അപ്പം അവിടെ ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസ് തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾ താമസിക്കുന്ന ഒരു ശിശുഭവൻ. അപ്പം അവിടെ ഞങ്ങളുടെ സാലറിയുടെ ഒരു 0.5 ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അഖണ്ഡ ജപമാല റാലിക്ക് വന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും യേശു പാപ്പയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഇനിയും ഞാനും എൻ്റെ കുടുംബവും മരണത്തോളം ഉടമ്പടിയിൽ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ടീന, ഇതെൻ്റെ ഹസ്ബൻഡ് സിജോ. ഞങ്ങളിവിടെ ആലപ്പുഴ പൂങ്കാവ് ഇടവകയിലുള്ളവരാണ്. ഞാൻ 2023 ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് അസഹനീയമായ കൈവേദനയായിരുന്നു. പുള്ളിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2017 ഈ സിസ്റ്റ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞതാണ്. അപ്പോൾ ഈ കൈവേദന വരുമ്പോഴൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നത് തൈറോയിഡിൻ്റെ വേരിയേഷനിൽ വരുന്നത് കൊണ്ടാണ് അങ്ങനെ കൈവേദന വരുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ വേദന തുടർന്നു മാസങ്ങളായി, സഹിക്കാൻ പറ്റാതെയായി. രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ എണീറ്റിരുന്ന് വേദന കൊണ്ട് എണീറ്റിരുന്ന് ഞങ്ങൾ 2 പേരും കൂടെ കരച്ചിലായി. അങ്ങനെ ഒരു ദിവസം പുള്ളി തന്നെ എന്നോട് പറഞ്ഞ് നമുക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഒന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ഇങ്ങനെ 2023 ഓഗസ്റ്റ് 23-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. ഉടമ്പടി എടുത്ത് അപ്പോൾ പുള്ളി മരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ അടുത്തൊരു ഡോക്ടറെ കണ്ട് കുറച്ച് ദിവസങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ബുധനാഴ്ച ഉടമ്പടി എടുത്തു. വെള്ളിയാഴ്ച ഉച്ചയായപ്പോൾ വെള്ളിയാഴ്ച ഉച്ചക്കത്തെ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ശരീരം മുഴുവൻ വന്ന് തടിച്ച് പൊങ്ങി, ചുവന്ന കളറിൽ ഫുള്ള് തടിച്ച് പൊങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങളാകെ എല്ലാവരും വിഷമിച്ചു. അങ്ങനെ ഈ മരുന്ന് തന്ന ഡോക്ടറെ അടുത്ത് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് മെഡിസിൻ ഇനി പറ്റത്തില്ല, നിങ്ങൾ ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം, എന്തോ ഞരമ്പ് സംബന്ധമായ എന്തോ അസുഖമായിരിക്കാം, നിങ്ങൾ ന്യൂറോയിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്ന് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ന്യൂറോ ഡോക്ടറെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഞങ്ങളോട് പേര് തിരക്കി കാര്യം പറഞ്ഞ് ഉടനെ തന്നെ ഡോക്ടർ ആദ്യം എഴുതിയത് നിങ്ങൾ MRI സ്കാൻ ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ വൈകുന്നേരം MRI സ്കാൻ ചെയ്യാൻ പോയി. 2 ദിവസത്തിന് ശേഷമാണ് MRIയുടെ റിസൾട്ട് വന്നത്.
അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഉരുകിത്തീർന്നു. MRI ചെയ്യാൻ പറയുമ്പോൾ അതുപോലെ തക്കതായ എന്തോ അസുഖം ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ള ടെൻഷനിൽ ഞങ്ങൾക്ക് ഏക ആശ്രയം മാതാവിൻ്റെ ഉടമ്പടി മാത്രമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ പുള്ളിയുടെ 2 കൈയിലും, അതിന്നും തുടരുന്നുണ്ട്, 2 കൈയിലും എണ്ണ എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ ഉപ്പ് ഞങ്ങളെല്ലാവരും രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് നാക്കിലിടുകയും ചെയ്ത് അതെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ MRIയുടെ റിസൾട്ട് കിട്ടി. റിസൾട്ടുമായി ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടറെ വീട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുന്നത്തെ ആൾ കയറിയപ്പോൾ ഞാൻ മനസ്സിലോർത്ത് എനിക്ക് ഇനി എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ളൊരു ധൈര്യമില്ല, മാതാവ് മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ ഞങ്ങളുടെ ടോക്കൺ വിളിച്ചു. ഞങ്ങൾ അകത്ത് കയറി MRIയുടെ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ്, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, തനിക്ക് എന്താണ് സത്യത്തിൽ, തനിക്ക് ഒരു കുഴപ്പവും ഇല്ല, തനിക്ക് ആരാ പറഞ്ഞ തനിക്ക് കൈവേദനയുണ്ടെന്ന്. MRI റിസൾട്ടിൽ തനിക്ക് ഈ പ്രായത്തിൻ്റേതായിട്ടുള്ള പോലും ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മരുന്നോ പേരോ ഒന്നും എഴുതിയില്ല. അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് ഞങ്ങൾ പോയിട്ട് പോലും ഇല്ല. അപ്പം ഞങ്ങൾക്കതൊരു വിശ്വാസമുണ്ട്, അത് മാതാവാണ് ഞങ്ങൾക്കതങ്ങനെ മാറ്റി തന്നത്. കാര്യം മാസങ്ങളായിട്ട് എൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ ഒരു വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാനോ ഒന്നും പുള്ളിക്ക് പറ്റത്തില്ല. അത്ര കൈവേദനയായിരുന്നു, ഉറക്കമില്ല, ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് 3-ാമത്തെ ദിവസം മാതാവ് എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു. അത് എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനു വേണ്ടി മരുന്ന് കഴിച്ചതാണ്. ഉടമ്പടി എടുത്ത് 3-ാമത്തെ ദിവസം മരുന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ അന്നു മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ ആ ഒരു അസുഖത്തിന് പുള്ളി ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു വേദന ഇതുവരെ വന്നിട്ടുമില്ല. പിന്നെ 2-ാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പബ്ലിക് സെക്ടർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, പൊതുമേഖലാ സ്ഥാപനത്തിലാണ്. കൊറോണയ്ക്ക് ശേഷം സ്ഥാപനം ആകെ തകർന്നു. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് സാലറി പോലും മാസങ്ങളായിട്ട് സാലറി പോലും ഇല്ല. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അതായത് പെട്രോൾ അടിക്കാനുള്ള സാമ്പത്തികം പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആകെ മുതൽക്കൂട്ടെന്ന് പറയാൻ കുറച്ച് സ്വർണം മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൂടെ മാറ്റിത്തരാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ഒരു സ്റ്റേഷനറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അതായത് നശിച്ചു പോകുന്ന സാധനങ്ങളില്ലാത്ത എന്തെങ്കിലും ഒരു കട തുടങ്ങണം, ഞങ്ങൾക്കൊരു ചെറിയൊരു സഹായം കൂടെ ആകണം, അങ്ങനെ ഒരു അനുഗ്രഹം മാത്രമേ, അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഉടമ്പടിയിൽ വെച്ചത്. എനിക്കൊരു എനിക്കൊന്ന് എന്നെ സഹായിക്കണം, എനിക്ക് അതിന് വേണ്ടി കൂടി ഒരു മാർഗ്ഗം മാതാവ് ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് ഞാൻ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ കടകളൊക്കെ പോയി വാടകയ്ക്ക് കടകളെടുക്കാൻ, സ്റ്റേഷനറി തുടങ്ങാൻ വേണ്ടി വാടകയ്ക്ക് കടകളൊക്കെ പോയി നോക്കി. 3-4 സ്ഥലത്ത് തിരക്കി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ അച്ചായൻ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് സ്റ്റേഷനറി അങ്ങനെ ഒന്നും തുടങ്ങണ്ട, നമുക്ക് സ്വർണ്ണ പണയത്തിൻ്റെ ഒരു സ്ഥാപനം നടത്താം. അതാകുമ്പോൾ നമുക്കതിനെ കൊണ്ട് നഷ്ടവും ഇല്ല, ഒരു ദിവസം അടച്ചിട്ടാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള സ്വർണം വിറ്റ് പൈസ ആക്കിയാലും അതിന് ബദലായി നമ്മുടെ കയ്യിൽ വരുമാനം വരും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തിരക്കിയാൽ മതി, വേറെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പുള്ളി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പിന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തുടർന്നു, അതിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ 23 ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തു. 11/12/23, അതായത് ആ വർഷം തന്നെ ഡിസംബർ 11-ാം തീയതി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഒരു സ്വർണ്ണ പണയ സ്ഥാപനം സ്വന്തം കെട്ടിടത്തിൽ ഞങ്ങൾ വാടകയ്ക്ക് തുടങ്ങാമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചവരാണ്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം സ്വന്തം കെട്ടിടത്തിൽ ഞങ്ങളിപ്പോൾ 2 വർഷം പിന്നിട്ടിരിക്കുവാണ്. ഒരു ബാങ്ക് ബാലൻസോ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്ന ഞങ്ങളിപ്പോൾ മാതാവ് IT റിട്ടേൺ ചെയ്യുന്ന ആ ഒരു ലെവലിൽ വരെ എത്തിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി, എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ഇരിക്കുന്ന ക്യാബിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ജോസഫച്ചൻ പറയുന്ന വാക്കുകൾ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് സത്യമായിട്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ വൃദ്ധസദനങ്ങൾ
ഒരുപാട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. അങ്ങനെ വൃദ്ധസദനങ്ങൾ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. സാമ്പത്തികമായാണേലും അല്ലാതെ ആണേലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രവിതരണം അത് ഞങ്ങൾ മുടക്കാറില്ല. ഞങ്ങളിപ്പോൾ ദൂരെ എവിടെ പോയാലും, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഞങ്ങളൊന്ന് വേളാങ്കണ്ണി പോയി. അപ്പം ഞാൻ ഇവിടെ വന്ന് തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെയുള്ള സഹോദരങ്ങൾക്ക് എന്നെക്കൊണ്ടാകുന്നവരോട് എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. എൻ്റെ മരണം വരെ എനിക്കും എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഉടമ്പടിയിൽ തുടരണം എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അത് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഈ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കും.